നല്ല മധുരമുള്ള കൊതിയൂറുന്നൊരു വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് 200 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. കുതിർന്നതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മണിക്കൂറോളം അടച്ചു വെച്ചാൽ ഇതുപോലെ പയറിന് മുള വന്നു തുടങ്ങും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡിഷ് തയ്യാറാക്കാൻ പോകുന്നത്. മുളപ്പിച്ച പയറൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് പയർ വേവാനുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. പയർ വെന്ത് വരുന്ന നേരം കൊണ്ട് ശർക്കര പാനിയാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് അതിലെ കട്ടയൊക്കെ ഒന്ന് ഉരുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ശർക്കര പാനിയും പയറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോഴേ അതിന് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടെ പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ചേർത്താൽ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തയ്യാറായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം.